മോണോലോഗ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അനീഷ്. ആരാണിതൊരു കുട്ടി കൊടവേറൊക്കെ ആയിട്ട്? കേണൽ ഫെർണാണ്ടസ്. മോണോലോഗ് റൗണ്ടിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ഒ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ചെയ്യുന്നത്. ശരി. അപ്പം അതിലെ ഒരു പട്ടാളക്കാരൻ്റെ ക്യാരക്ടറാണോ? പട്ടാളക്കാരൻ്റെ ക്യാരക്ടറാണ്. ഓക്കെ. അത് എന്താണ് ടുവേർഡ്സ് ദി എൻഡ് ഒരു ക്ലൈമാക്സ് സീനാണോ ചെയ്യുന്നത്? ക്ലൈമാക്സ് സീൻ. ക്ലൈമാക്സ് സീൻ. What the hell he thinks about himself? What the hell he thinks about himself? I will not die. ഞാൻ റിട്ടയർഡ് കേണൽ ഫെർണാണ്ടസ് ഇന്ന് രാത്രി 12 മണിക്കകം മരിച്ചു പോകുന്നു. കാശിനു വേണ്ടി എന്ത് നുണയും വിളിച്ചു പറയുന്ന ആ ബ്ലഡി ലയർ അവൻ പറയാ ഇന്ന് രാത്രി 12 മണിക്കകം ഞാൻ മരിച്ചു പോകുന്നു. അങ്ങ് കാശ്മീരിൽ ചീറിപ്പായുന്ന വെടികുണ്ടുകൾക്ക് നേരെ ചങ്ക് വിരിച്ചിരുന്നവനാണ് ഈ ഫെർണാണ്ടസ്. ഹലോ, സുകുമാരൻ്റെ വീടോ? ഉടുപ്പി ഹോട്ടലാടാ പട്ടി. റോങ് നമ്പർ. പാമ്പാണോ? ഏയ് അല്ല. ടൈ. എൻ്റെ ടൈ. ഒരു വൃത്തികെട്ട കൈനോട്ടക്കാരൻ പറയുന്നത് കേട്ട് റിട്ടയർ കേണൽ ഫെർണാണ്ടസ് എന്തിന് പേടിക്കണം? മിസ്റ്റർ സാമുവൽസ് പറഞ്ഞത് ആ കൈനോട്ടക്കാരൻ പറഞ്ഞാൽ അച്ചട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ നോ. പന്ത്രണ്ടാണ് 5 മിനിറ്റ് കൂടി. I will not die. I want to celebrate. I don't want to die. 12 3 മിനിറ്റ് കൂടി. Oh Jesus! I want to celebrate. I don't want to die. 12 1 മിനിറ്റ് കൂടി. എൻ്റെ ശോഭ, മൈ ഫോൺ, മൈ ബോട്ടിൽസ്. ഞാൻ മരിച്ചിട്ടില്ല. ഒരു വൃത്തികെട്ട കൈനോട്ടക്കാരൻ പറഞ്ഞിട്ട് ഞാൻ എന്തിനു വെറുതെ പേടിച്ചു. I want to celebrate. I want to celebrate the whole day. I want to celebrate. I want to celebrate. I want to celebrate. ആദ്യം അനീഷ് വന്നു, പെർഫോം ചെയ്തു. അപ്പം നല്ല ഡ്രങ്കായിട്ടാണ് ആദ്യം തുടങ്ങിയത്. സ്റ്റംബ്ലിങ് ഓവർ, ഫോൺ എടുക്കുമ്പോൾ എല്ലാം ഒരു ഇത്.
അതിനിടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫ്രഷ് ആവാൻ തുടങ്ങി അനീഷ്. എനിക്ക് ഫീൽ ചെയ്താണ് ആ കൺസിസ്റ്റൻസി ഓഫ് ഡ്രങ്കൺനെസ് കുറച്ച് കുറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് വെള്ളം കുടിച്ചപ്പോൾ കുറച്ചും കൂടെ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. ഞാൻ അങ്ങനെയാണ് ആലോചിച്ചത്. പിന്നെ പെട്ടെന്ന് യു വെൻറ്റ് ബാക്ക് ടു ബീങ് ഡ്രങ്ക് ഇൻ ദി എൻഡ്. So either you should have continued to be that, അല്ലെങ്കിൽ you shouldn't have gone by. അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി വേണമായിരുന്നു ഇൻ ബീങ് ഡ്രങ്ക് ആകുമ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക, എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഞാനും അനീഷ് അവതരിപ്പിച്ച് കണ്ടത്. ഐ ഡെൻറ്റ് സീ ഒരു പുതുമ ഞാൻ കണ്ടില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് യു ക്യാൻ ഇംപ്രൂവ് എ ലോട്ട് മോർ ബിക്കോസ് യു ആർ ടാലൻറ്റഡ് ഒബ്വിയസ്ലി ആൻഡ് യു വിൽ ഡു ഇറ്റ്. ഓക്കെ, മോണോലോഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറയാം. ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് എ ക്യാരക്ടർ ആൻഡ് ആക്ടിങ് എ ക്യാരക്ടർ. നമ്മളെപ്പോഴും പറയാറില്ലേ, നമുക്ക് വേണ്ടത് ബീയിങ് ദ ക്യാരക്ടറാണ്, ആ കഥാപാത്രമാവുകയാണ് വേണ്ടത്, ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുകയല്ല വേണ്ടത്. ഞാൻ രണ്ടാമത് പറഞ്ഞ സ്റ്റേജിലാണ് ഇപ്പോൾ ഈ ഇതനുസരിച്ചിട്ട് അനീഷ് നിൽക്കുന്നത്. കഥാപാത്രമായിട്ട് അനീഷ് അഭിനയിക്കുകയായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, അദ്ദേഹം ആ റിട്ടയർഡ് കേണൽ മരിച്ചു പോകും എന്ന് അദ്ദേഹം അനുഭവിക്കുന്ന ഇന്നർ കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ടും ഞങ്ങളിലേക്ക് എത്തിക്കാൻ അനീഷിന് പറ്റിയില്ല. അതാണ് മെയിൻ പോയിന്റ്. ബട്ട് എനിവേ ഐ എം ഷുവർ ദാറ്റ് യു വിൽ കം ബാക്ക് വിത്ത് എ ബാങ് നെക്സ്റ്റ് ടൈം. ഓക്കെ അനീഷ്, ഇറ്റ് വാസ് നോട്ട് ബാഡ്. എന്നാലും അനീഷിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് യു കുഡ് ഹാവ് ഡൺ എ ബെറ്റർ ജോബ്. അനീഷിൻ്റെ അടുത്ത് എടുത്ത് പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വെൻ യു ഫൈൻഡ് ഔട്ട് ദറ്റ് യു ആർ നോട്ട് ഡെഡ്, അപ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എക്സ്പ്രഷൻ, ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. അത് വന്നില്ല, ആ ചേഞ്ച് ഓവർ. മരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷനിലിരിക്കുന്ന ആൾ മരിച്ചില്ല എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു ഇതില്ലേ, അതിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് വന്നില്ല. അനീഷിന് അത് നന്നായിട്ട് ചെയ്യായിരുന്നു. അത് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുത് അനീഷ്, ബിക്കോസ് യു ഹാവ് ദ ടാലൻറ്റ്, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ഓൾറെഡി. ഓക്കെ, സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. സർപ്രൈസ് us with a bang. Okay?